എന്നെന്നും യുവനിരയ്ക്ക് പ്രാധാന്യവും ഒപ്പം അവസരവും കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. CPM-ന്റെ പോലെ വയസ്സൻ രാഷ്ട്രീയം വെച്ചു പുലർത്തുന്ന ഒരു പാർട്ടിയല്ല. അധികാരത്തിനായി കടിച്ചു തൂങ്ങിക്കിടക്കുന്ന പഴയകാല രാഷ്ട്രീയക്കാരെ അരിവെച്ച് വാഴിക്കുന്ന ശീലം കോൺഗ്രസിന് പണ്ടേയില്ല. അവരെപ്പോഴും മാറ്റത്തിനൊപ്പം പുതിയ സാധ്യതകളെ തേടുന്നവരാണ്. അത്തരത്തിൽ വർഷങ്ങൾ മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1982-ൽ മാവേലിക്കരക്കടുത്തുള്ള ചെന്നിത്തലയിൽ നിന്നും കോൺഗ്രസിന്റെ യുവശക്തി രമേശ് എന്ന ചെറുപ്പക്കാരനെ തിരഞ്ഞെടുത്തു. തന്റെ കഴിവും മികവും കൊണ്ട് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാടിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു. ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി പിന്നീട് മാറിയതും ഇന്നത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവായി മാറുന്നതും രമേശ് ചെന്നിത്തല എന്ന അധികായൻ തന്നെ. വർഷങ്ങൾക്ക് മുൻപുള്ള ആ തിരഞ്ഞെടുക്കൽ കോൺഗ്രസിന് തെറ്റിയില്ല എന്ന് തന്നെ അദ്ദേഹം തെളിയിച്ചു. പിന്നീട് ചെന്നിത്തലയെ പോലെ കോൺഗ്രസ് തിരഞ്ഞെടുത്തവരെല്ലാം ആ പാർട്ടിക്ക് വഴിത്തിരിവുണ്ടാക്കി. ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, PC വിശ്വനാഥ്, CR മഹേഷ്, ഷാഫി പറമ്പിൽ, ഹൈബീഡൻ, എൽദോസ് കുന്നപ്പള്ളി, റോജി M ജോൺ എന്നിങ്ങനെ പോകുന്നു വിജയിച്ച യുവ നേതാക്കളുടെ പേരുകൾ. ഈ അസംബ്ലിയുടെ കാലത്തു തന്നെ തന്റെ പിതാവിന്റെ വിയോഗത്തെ തുടർന്നുണ്ടായ പുതുപ്പള്ളിയിലെ വിടവ് നികത്താൻ എത്തിയ ചാണ്ടി ഉമ്മനും ഷാഫി പറമ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്നും വിജയിച്ച് MP ആയപ്പോൾ തന്റെ പാലക്കാടിനെ തുണയ്ക്കാനായി ഷാഫി ഉത്തരവാദിത്തം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏൽപ്പിച്ചു. 2021-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയത് കായംകുളത്ത് നിന്നും മത്സരിച്ച അരിത ബാബു എന്ന ചെറുപ്പക്കാരിയായിരുന്നു. LDF-ന് അനുകൂലമായൊരു വിധിയെഴുത്തു കാരണം വളരെ നിസ്സാര വോട്ടുകൾക്കാണ് അവർ തോറ്റു മടങ്ങേണ്ടി വന്നത്. അതേസമയം കോഴിക്കോട് നോർത്തിൽ നിന്നും മത്സരിച്ച KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് ആയിരുന്നു. ഇവിടെയും നല്ലൊരു പ്രകടനം അഭിജിത്ത് കാഴ്ചവെച്ചു. ഇനി കോൺഗ്രസ് യുവനിരകളിൽ ആർക്കെല്ലാം അവസരം കിട്ടുമെന്ന കാര്യത്തിൽ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ചാണ്ടി ഉമ്മന്റെയും സീറ്റിന്റെ കാര്യത്തിൽ 100% ഉറപ്പാണ്. പഴയതുപോലെയുള്ള ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള സാധ്യതകൾ വിരളം തന്നെ. അതുകൊണ്ട് തന്നെ ഇതിനോടകം തന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ള യുവ നേതാക്കൾക്ക് സാധ്യതകൾ ഏറെയാണ് തുറന്നിടുന്നത്. അരിതയ്ക്ക് കായംകുളത്തു നിന്നും തന്നെ ഒരവസരം നൽകാനുള്ള സാധ്യതകൾ എഴുതിത്തള്ളാനാകില്ല. എന്നാൽ അഭിജിത്തിന് പുതിയ കണക്ക് കൂട്ടലനുസരിച്ച് കോഴിക്കോട് കൊയിലാണ്ടി സീറ്റ് പിടിച്ചെടുക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കാനാണ് സാധ്യത. ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിട്ടുള്ള മറ്റൊരാൾ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അബിൻ വർക്കിയാണ്. അബിനെ തന്റെ പാർട്ടി മത്സരിപ്പിക്കാനുള്ള സീറ്റ് ആറന്മുളയാണ്. ടെലിവിഷൻ ചാനൽ പരിപാടികളിലൂടെ സുപരിചിതനായി മാറിയ അബിന് പുറമെ ഡോക്ടർ ജിൻഡോ ജോണാണ് മറ്റൊരു സാധ്യത. ജിൻഡോക്കായി എറണാകുളത്തു നിന്നും ഒരു സീറ്റ് മാറ്റിവെക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. നിലവിലുള്ള KSU പ്രസിഡന്റ് അലോഷ്യ സേവ്യറിന് അതേ ജില്ലയിൽ ഒരു സീറ്റ് നൽകാനുള്ള വഴിയും തെളിയുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ റിജിൻ മാൻകുട്ടിയും ഒരവസരം കിട്ടുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ തവണ തലശ്ശേരിയാണ് സീറ്റെങ്കിലും ഇത്തവണ കണ്ണൂരാണ് സീറ്റ് കിട്ടാൻ സാധ്യത. തിരുവനന്തപുരത്തുള്ള 14 സീറ്റുകളിൽ 2 പ്രത്യേകിച്ച് നഗരത്തിന് പുറമെയുള്ള സീറ്റുകളിൽ VS അനൂപിനെയും കോൺഗ്രസും UDF-ഉം സ്ഥാനാർത്ഥിത്വം നൽകുമെന്ന കാര്യത്തിൽ ഇപ്പോഴേ കണക്കുകൂട്ടൽ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ വയനാട്ടിലെ മാനന്തവാടിയിൽ ലയണൽ മാത്യു എന്ന യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കുമെന്ന സൂചനയും വരുന്നുണ്ട്. ഇവരൊക്കെ കൂടാതെ ഒരു പറ്റം യൂത്തന്മാർക്കുള്ള സാധ്യതകളും പാർട്ടി ഒരുക്കി വെക്കുന്നുണ്ട്. കാലത്തിനൊപ്പം മാറിയാലേ കാര്യമുള്ളൂ എന്ന തിരിച്ചറിവ് കേരളത്തിലെ മറ്റു പാർട്ടികൾക്കില്ലെങ്കിലും കോൺഗ്രസിനുണ്ട്.